ഈശ്വംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കോസ് സുവിശേഷം 10-ാമത്തെ അധ്യായം 35 മുതൽ 47 വരെയുള്ള തിരുവചന ഭാഗം. നമുക്കൊക്കെ ഏറെ സുപരിചിതമായ നല്ല സമറായക്കാരൻ്റെ കഥ പറയുകയാണ് ഇന്ന് ഈശോ. ആരാണ് എൻ്റെ അയൽക്കാരൻ എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ഈശോ ഈ കഥ പറയുക. 3 മനോഭാവങ്ങളെ ഈശോ നമ്മുടെ മുമ്പിൽ വരച്ച് കാട്ടുന്നുണ്ട്. പുരോഹിതൻ്റെയും ലേവായൻ്റെയും സമറായക്കാരൻ്റെയും പ്രത്യുത്തരങ്ങൾ മനോഭാവങ്ങളായി നമ്മുടെ മുമ്പിൽ എഴുന്നു നിൽക്കുകയാണ്. ഇന്നും പുരോഹിതർ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്നോ കപ്പ്യാരൊക്കെ കണക്കാണെന്നോ പറഞ്ഞു നിർത്തിയിട്ട് സാധാരണക്കാരായ പാവപ്പെട്ടവരായ ആൾക്കാരാണ് മറ്റുള്ളവരെ സഹായിക്കാൻ എന്നും മുന്നിട്ടുണ്ടാവുക എന്നൊക്കെ വേണമെങ്കിൽ കമൻ്റ് പറഞ്ഞ് നമുക്ക് ഇതൊരു സാമൂഹ്യ വിമർശനത്തിൻ്റെ വേദിയാക്കാം. എന്നാൽ പാവപ്പെട്ടവനാണ്, ഗതികേടുകാരനാണ്, മറ്റുള്ളവരെ സഹായിക്കാൻ മുന്നിട്ടിറങ്ങുമെന്ന് പറയുന്ന ആ വിഭാഗത്തിൽ ഞാനുണ്ടോ എന്ന് ഉറക്കെ ചിന്തിക്കണ്ടേ. ഇങ്ങനെ മുറിവേറ്റ് കിടക്കുന്ന ഒരു മനുഷ്യനെ കണ്ടാൽ അവനെ താങ്ങിപ്പിടിക്കാനും അവനെ ചേർത്ത് പിടിക്കാനും അവനെ സ്നേഹിക്കാനും അവന് വേണ്ടി ശുശ്രൂഷ ചെയ്യാനും എനിക്ക് സമയമുണ്ടോ എന്ന് ഞാൻ ചിന്തിക്കുമ്പോഴാണ് ഇത് മനോഭാവത്തിൻ്റെ വിലയിരുത്തലായിട്ട് മാറുക. അങ്ങനെ സമയം കണ്ടെത്താൻ എനിക്കാകുന്നില്ല എങ്കിൽ തിരക്കുകളുടെ ഇടയിൽ ഓടുന്നതിനിടയിൽ അവരെൻ്റെ കണ്ണീരിന് വില കൊടുക്കാനാവാത്ത വൈദികനോ സമർപ്പിതനോ ലേവായനോ ഒക്കെ ആയിട്ട് ഞാനും മാറുന്നു എന്നാണ് അർത്ഥം. ഈ വികാരിയച്ഛൻ പോയ വഴിക്ക് മുറിവേറ്റ് കിടക്കുന്ന മനുഷ്യനെ കണ്ടപ്പോൾ പള്ളിയിൽ പോയി കുർബാന ചെല്ലുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രയോറിറ്റി എങ്കിൽ അദ്ദേഹത്തിന് തൻ്റെ ഇടവക ജനത്തിൽ ആരെയെങ്കിലും വിളിച്ച്, മിനിമം കൈക്കാരന്മാരെ വിളിച്ച്, കമ്മിറ്റിക്കാരെ വിളിച്ച്, ഈ മനുഷ്യൻ ഇങ്ങനെ ഒരാൾ മുറിവേറ്റ് കിടപ്പുണ്ട്, അയാളുടെ കാര്യം പെട്ടെന്ന് വേണ്ടതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനോഭാവത്തിന് വിശുദ്ധിയുടെ ഒരു മേൻപൊടി കൊടുക്കാൻ നമുക്ക് പറ്റുമായിരുന്നു. വികാരിച്ചിനെ വിളിച്ച്, അച്ഛാ ഞാനിങ്ങനൊരു കേസിൽ പെട്ടിരിക്കുകയാണ്, ഞാൻ അയാളെ ഒന്ന് രക്ഷിച്ചോട്ടെ, അച്ഛൻ പിള്ളേരെയൊക്കെ കൂട്ടി കുർബാന അർപ്പിച്ചോളാമോ എന്ന് ചോദിക്കാനുള്ളൊരു മനസ്സ് കപ്പ്യാർ കാണിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തെയും നമുക്ക് വേണമെങ്കിൽ വിലയിരുത്താമായിരുന്നു. സമറായക്കാരൻ എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് കടന്നു വരുന്നത് യഹൂദരുടെ ശത്രു എന്ന നിലയിലാണ്. ശത്രുപക്ഷത്ത് നിർത്തിയിരിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരാണ് സമറിയാക്കാർ. ഒരു ബന്ധവുമില്ലാത്ത, ഒരിക്കലും കൂട്ടിച്ചേരാത്ത, കണ്ടാൽ കാർക്കിച്ചു തുപ്പുന്ന അല്ലെങ്കിൽ കല്ലെറിയാൻ മടിക്കാത്ത ഒരു വിഭാഗം ആൾക്കാരിൽപ്പെട്ടവരാണ് സമറിയാക്കാർ. അങ്ങനെ തങ്ങളെ മാറ്റി നിർത്തുന്ന, തങ്ങളെ അവഹേളിക്കുന്ന, പരിഹസിക്കുന്ന വിഭാഗത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ പാതയോരത്ത് വീണ് കിടക്കുന്നു എന്നറിഞ്ഞപ്പോൾ അവൻ്റെ അടുക്കലേക്ക് ഔദാര്യത്തോടെ ഇറങ്ങിച്ചെല്ലുന്ന, ചുട്ടുപഴുത്ത മണലാരണ്യത്തിൽ കൂടെ നടക്കുമ്പോൾ കാല് പൊള്ളിപ്പോകുന്ന ആ വെയിലത്ത് ചൂടത്ത് വെറും മണ്ണിലിറങ്ങി നിന്ന് ഈ മനുഷ്യന് വേണ്ടതെല്ലാം കൊടുത്ത് ശുശ്രൂഷ ചെയ്യാൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന എണ്ണയും വീഞ്ഞുമൊഴിച്ച് മുറിവുകൾ വെച്ച് കെട്ടി ദീർഘദൂരം ഈ പൊള്ളുന്ന മണലിലൂടെ യാത്ര ചെയ്ത് സത്രത്തിൽ കൊണ്ടുചെന്ന് ഉറക്കമിളച്ചിരുന്ന് അവന് ശുശ്രൂഷ ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ കയ്യിലുണ്ടായിരുന്ന നക്കാപ്പിച്ച പൈസയും എടുത്ത് ഈ സത്രം സൂക്ഷിപ്പുകാരൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറയുകയാണ്, ഇവൻ്റെ കാര്യം നോക്കിക്കൊള്ളണം, ഇനിയും ചിലവാകുമെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം. ഇത് മനോഭാവത്തിൻ്റെ ഏറ്റവും വിശുദ്ധമായ ഭാവമാണ്. ഇങ്ങനെ മുറിവേറ്റ് കിടക്കുന്ന ഒരു മനുഷ്യനെ സഹായിക്കുക എന്നത് ഒരു ക്രിസ്ത്യാനിയുടെ ധാർമ്മിക ഉത്തരവാദിത്വമാണ് എന്ന് പലവൊരു ആഴത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന സംഭവമാണ്. പുരോഹിതനും ലേവായനും പറ്റിയത് ഉപേക്ഷയാലുള്ള പാപമാണ്. ഈ മനുഷ്യനെ സഹായിക്കാമായിരുന്നിട്ടും സഹായിക്കാതെ കടന്നുപോയി. സഹായത്തിന് വേദി ഒരുക്കാമായിരുന്നിട്ടും അത് ചെയ്യാതെ കടന്നുപോയി എങ്കിൽ അത് പുരോഹിതനായതുകൊണ്ടോ കപ്പ്യാരായതുകൊണ്ടോ അല്ല, മനോഭാവത്തിൽ മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാൻ മനസ്സ് കാണിക്കാത്ത ഓരോ വ്യക്തിയുടെയും മനോഭാവമാണത്. അവനെ ചേർത്ത് പിടിക്കാൻ, അവൻ്റെ കണ്ണീരൊപ്പാൻ, അവന് സ്നേഹവായ്പ കൊണ്ട് പൊതിയാൻ,
എനിക്കും നിങ്ങൾക്കും സാധിക്കുമ്പോഴാണ് നമ്മൾ സമറിയാക്കാരുടെ നല്ല സമറിയാക്കാരൻ്റെ ലിസ്റ്റിൽ പെടുക. ഗുഡ് സമരിറ്റൻ എന്ന് നമ്മളെക്കുറിച്ച് പറയാനിടയാകണമെങ്കിൽ അവരൻ്റെ കണ്ണീരിന് വില കൊടുക്കുന്നവനായി, അവനെ ചേർത്ത് പിടിക്കുന്നവനായിട്ട് ഞാൻ മാറണം. അങ്ങനെയാണോ ഞാൻ എന്ന് ഉറക്കെ ചിന്തിക്കാം. കഥയുടെ അവസാനം ഈശോ പറഞ്ഞു വെച്ചു, നീയും പോയി അതുപോലെ ചെയ്യണം. എന്ന് വെച്ചാൽ ഇനി നിൻ്റെ നിയോഗം ആരുമില്ലേ എന്നെ സഹായിക്കാനെന്ന് പറഞ്ഞ് കൈയും കാലും വിട്ടടിച്ച് പരച്ചോട്ടി കിടക്കാനല്ല, എന്തേ എന്നെ ആരും സഹായിക്കാത്തതെന്ന് പരാതി പറയാനല്ല. പള്ളിയിൽ നിന്ന് കക്കൂസിന് സഹായം കൊടുത്തപ്പോഴും, പരമണിയാൻ സഹായം കൊടുത്തപ്പോഴും, കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസത്തിന് സഹായം കൊടുത്തപ്പോഴും ഏറ്റവും അർഹതയുണ്ടായിരുന്ന എനിക്ക് മാത്രം തന്നില്ല, വേറെ ആർക്കൊക്കെയോ കൊടുത്തു എന്ന് പരാതി പറയുമ്പോൾ, രൂപതയുടെ സ്കൂളിലും രൂപതയുടെ ആശുപത്രിയിലും രൂപതയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും എൻ്റെ കൊച്ചിന് അഡ്മിഷൻ കിട്ടിയില്ല, എൻ്റെ കൊച്ചിന് ജോലി കിട്ടിയില്ല എന്ന് പരാതി പറയുമ്പോൾ, നമ്മൾ എത്രമാത്രം ഈ മനോഭാവത്തിൻ്റെ മേഖലയിൽ വിശുദ്ധിയുള്ളവരാണ് എന്ന് ചിന്തിക്കാൻ മറന്നുപോകരുത് പ്രിയപ്പെട്ടവരെ. അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുമ്പോൾ മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാനുള്ള മനസ്സ് എന്നിൽ നിന്ന് കൈമോശം വന്നു പോകുന്നുണ്ട് എങ്കിൽ അവിടാണ് ഞാൻ തിരുത്തേണ്ടത് എന്ന് തിരിച്ചറിയുന്നു. പരാതിപ്പെട്ടികളായിട്ട് കിടക്കാനല്ല, എനിക്ക് മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും. കെന്നഡിയെക്കുറിച്ച് പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ, രാജ്യം നിനക്ക് വേണ്ടി എന്തു ചെയ്തു എന്നല്ല, നീ രാജ്യത്തിന് വേണ്ടി എന്തു ചെയ്തു എന്ന് ഉറക്കെ ചിന്തിക്കാൻ നീ പഠിക്കുമ്പോഴാണ് നീ ഒരു അമേരിക്കൻ പൗരനായി മാറുന്നത് എന്ന്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ മനോഭാവങ്ങൾ ഉണ്ടാകട്ടെ പ്രിയപ്പെട്ടവരെ. സഭയ്ക്ക് വേണ്ടി, ദൈവത്തിന് വേണ്ടി ഞാൻ എന്താ ചെയ്തേ, എനിക്കെന്താ ചെയ്യാൻ സാധിച്ചു, ഇത്രത്തോളം കടന്നുപോയ ജീവിതത്തിൽ ഞാൻ എൻ്റെ സഭാത്മക ശുശ്രൂഷയിൽ, എൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ എന്താണ് ഞാൻ ചെയ്തത് എന്നുറക്കെ ചിന്തിക്കാൻ മനസ്സ് കാണിക്കുമ്പോൾ അവിടെ മനോഭാവത്തിൻ്റെ മാറ്റം ഉണ്ടാകും, അവിടെ വിശുദ്ധീകരണം ഉണ്ടാകും, ദൈവികമായ ഇടപെടലുണ്ടാകും. നമുക്ക് ആഗ്രഹിക്കാൻ പ്രിയപ്പെട്ടവരെ, അവരെൻ്റെ കണ്ണീര് തുടയ്ക്കാനാണ് നിൻ്റെ നിയോഗം. നിനക്ക് 2 കൈയുള്ളത് ഒന്നവൻ്റെ കണ്ണീര് തുടയ്ക്കാനാണ്, 2 കാലുള്ളത് ഒന്നവൻ്റെ അടുക്കലേക്ക് ഓടിയെത്താനാണ്, 2 ചെവിയുള്ളത് അവൻ്റെ നൊമ്പരം കേൾക്കാനാണ്, 2 കണ്ണുള്ളത് അവൻ്റെ കണ്ണീര് കാണാനാണ്. ആശ്വസിപ്പിക്കാനും ചേർത്ത് പിടിക്കാനും അവനിൽ എന്നെ കാണാനും ഒക്കെയുള്ളൊരു മനസ്സ് സ്വന്തമാകുമ്പം ഞാനും നിങ്ങളുമൊക്കെ വിശുദ്ധീകരിക്കപ്പെടും, നല്ല സമറായക്കാരനെന്ന പേരിന് അർഹതയുള്ളവരായി മാറും. ഈശോ അനുഗ്രഹിക്കട്ടെ. കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.